അവിടെ നമുക്ക് 21ാമത്തെ ക്വസ്റ്റ്യൻ കിടക്കാം. ഇത് ആക്ച്വലി നല്ലൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് എന്ന ചാപ്റ്റർ, സീക്വൻസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്റർ, അതുപോലെ ഫംഗ്ഷൻസ് എന്ന ചാപ്റ്റർ, 3 ചാപ്റ്റേഴ്സ് മിക്സ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ലിമിറ്റിലെ സാൻഡ്വിച്ച് തിയറം പഠിച്ചില്ലേ, ആ സാൻഡ്വിച്ച് തിയറം അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബോക്സിന്റെ ചില പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സീക്വൻസ് ആൻഡ് സീരീസിലെ കുറച്ച് കാര്യങ്ങൾ, ഒന്ന് സമ്മേഷൻ സം ഓഫ് ഇൻഫൈൻ ടേംസ് ഓഫ് ജി പി, പിന്നെ സമ്മേഷൻ ഓഫ് ആർ n × n+1/2 അല്ലേ, സമ്മേഷൻ ഓഫ് ആർ സ്ക്വയർ n × n+1 × n+1/6 അല്ലേ, ഈ കാണുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊക്കെ യൂസ് ചെയ്തുള്ള ഒരു ബ്യൂട്ടിഫുൾ ക്വസ്റ്റൻ ആണ് ഇത്. ക്വസ്റ്റൻ വായിച്ചു. ക്വസ്റ്റൻ എന്താ? ബോക്സ് ഡിനോട്ട്സ് ദ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ അല്ലെ, ബോക്സ് ആർ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ആണ്. ആൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ലിമിറ്റ് n → ∞ 1/n³ ഇൻറ്റു സമ്മേഷൻ ഓഫ് k = 1 to n ബോക്സ് k² ആണ് അല്ലെ. വി ഹാവ് ടു ഫൈൻഡ് 12 ഇൻറ്റു സമ്മേഷൻ ഓഫ് എഫ് ഓഫ് ജെ കാണും. എടാ നമുക്ക് സമ്മേഷൻ ഓഫ് എഫ് ഓഫ് ജെ കാണണ്ടേ അല്ലെ. എടാ സമ്മേഷൻ ഓഫ് എഫ് ഓഫ് ജെ കാണുമെങ്കിൽ ആദ്യം എന്ത് കാണും? ആദ്യം എഫ് ഓഫ് ജെ കാണണ്ടേ അല്ലെ. എഫ് ഓഫ് ജെ കാണുമെങ്കിൽ ആദ്യം എഫ് ഓഫ് എക്സ് കാണണ്ടേ. കാരണം എന്താ, എഫ് ഓഫ് എക്സ് കണ്ടിട്ട് എക്സിന് പകരം ജെ കൊടുത്ത എഫ് ഓഫ് ജെ ആവൂലേ അല്ലെ. അപ്പൊ എന്താണ്, ഇതെനിക്ക് ആദ്യം കാണണം അല്ലെ. അത് കാണണമെങ്കിൽ എഫ് ഓഫ് ജെ കാണും. എഫ് ഓഫ് ജെ കാണുമെങ്കിൽ ആദ്യം എഫ് ഓഫ് എക്സ് കാണും അല്ലെ. ആ എഫ് ഓഫ് എക്സ് കണ്ടിട്ട് എക്സിന് പകരം ജെ കൊടുത്തത് എഫ് ഓഫ് ജെ ആവൂലേ അല്ലെ. സോ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് അല്ലെ. അപ്പൊ ഇത് കാണാൻ പോകട്ടോ. ഓക്കെ, അത് കാണി ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ബോക്സിന്റെ പ്രോപ്പർട്ടിയാണ് അല്ലെ. ബോക്സിന്റെ പ്രോപ്പർട്ടി നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു പ്രോപ്പർട്ടിയാണ്. എടാ ബോക്സ് എക്സിന്റെ വാല്യൂ, ബോക്സ് എക്സിന്റെ വാല്യൂ ഒന്ന് ശ്രദ്ധിക്കണേ. ബോക്സ് എക്സിന്റെ വാല്യൂ എപ്പോഴും <= എക്സ് ആയിരിക്കും അല്ലെ. ബോക്സ് എക്സിന്റെ വാല്യൂ എന്താണ്? എപ്പോഴും <= എക്സ് ആയിരിക്കും. അതുപോലെ x-1 ആയിരിക്കും അല്ലെ. ഇത് ബോക്സിന്റെ പ്രോപ്പർട്ടീസ് വൃത്തിയായിട്ട് പറഞ്ഞാണ്. ബോക്സിന്റെ വാല്യൂ എപ്പോഴും എക്സിനേക്കാൾ ചെറുതും x-1 വലുതായിരിക്കും. ഇവിടെ <= ഉണ്ടോ? ഓക്കെ, ഇത് ബോക്സ് പഠിച്ചപ്പോൾ ഫംഗ്ഷൻസ് ചാപ്റ്ററിൽ ബോക്സ് പഠിച്ച് പറഞ്ഞ കാര്യമാണ്. ബോക്സ് എക്സ് ഈസ് <= എക്സ് ആൻഡ് <= ആണ് അല്ലെ. അങ്ങനെയെങ്കിൽ ഇവിടെ എക്സിന് പകരം ഇവിടെ ബോക്സിനുള്ള k²3x അല്ലേ അല്ലെ. അപ്പോൾ ഇവിടെ എക്സിന് പകരം k²3x യൂസ് ചെയ്താലേ എന്ത് വരിക? ബോക്സ് ഓഫ് k²3x <= എടാ എക്സിന് പകരം k²3x അല്ലേ. അപ്പൊ ഇതും എന്താവും? k²3x ആവും. എടാ ഈ എക്സ് ആരാ? k²3x അല്ലേ. അപ്പൊ എന്താവും? k²3x-1 ആവൂലേ. k²3x-1 ആവും അല്ലെ. ഇതിലാർക്കും ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ ചെയ്ത കാര്യം എന്താണ്? ഒന്നുമില്ല, ഈ എക്സിന് പകരം ആരാ എഴുതി? k²3x ആയി അല്ലെ. അപ്പൊ ഇവിടെ എക്സിന് പകരം ആരാ? k²3x. അപ്പൊ ഇവിടെ ആരാ? k²3x. അപ്പൊ ഇവിടെ ആരാ? k²3x-1 വരാം അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ് ഞാൻ എഴുതി. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? എടാ അപ്പൊ ഇവിടെ ആരാ? ബോക്സ് k²3x അല്ലേ അല്ലെ. അപ്പൊ ബോക്സ് k²3x ഇവിടെ എഴുതി അല്ലെ. ഇനി എന്ത് വേണം? ഇവിടെ സമ്മേഷൻ വേണ്ടേ അല്ലെ. അപ്പൊ ഞാൻ സമ്മേഷൻ അപ്ലൈ ചെയ്യണം. എങ്ങനെയാ? ഇപ്പൊ എഴുതിയാണെങ്കിൽ ഒന്നുകൂടി ഇതോ. ഇതെന്താ? ബോക്സ് k²3x <= ഇവിടെ ആരാ? k²3x-1 അല്ലേ അല്ലെ. ഞാൻ എല്ലാ ഭാഗത്തും ഒരു സമ്മേഷൻ അപ്ലൈ ചെയ്യാൻ പോട്ടോ. കാരണം എന്താ? അവിടെ ഇവിടെ എനിക്ക് ഒരു സമ്മേഷൻ ഓഫ് k²3x അല്ലേ അല്ലെ. അപ്പൊ അവിടെ എന്തുണ്ട്? സമ്മേഷൻ ഉണ്ട് അല്ലെ. ഇപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്ത്? ബോക്സ് ഓഫ് k²3x ആണ് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വേണം? സമ്മേഷൻ വേണ്ടേ അല്ലെ. ആ സമ്മേഷൻ വേണമെങ്കിൽ ഞാൻ എല്ലാ ഭാഗത്തും എന്താ? ഇവിടെ സമ്മേഷൻ അപ്ലൈ ആണ്, ഇവിടെ സമ്മേഷൻ അപ്ലൈ ആണ്, ഇവിടെ എന്ത് ചെയ്യാണ്? സമ്മേഷൻ അപ്ലൈ ആണ് അല്ലെ. അപ്പൊ എന്താവും? എടാ സമ്മേഷൻ എവിടെ മുതൽ എവിടെയാ? k1 മുതൽ kn വരിക അല്ലെ. സമ്മേഷൻ എവിടെ വരിക? ഞാൻ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ എഴുതുന്നില്ല. പക്ഷെ എഴുതുന്നില്ലെങ്കിൽ പോലും മൈൻഡിലേക്ക് വരേണ്ട കാര്യം എന്താ? ഇവിടുത്തെ ലോവർ ലിമിറ്റ് ആരാ? 1 അപ്പർ ലിമിറ്റ് ആരാ? n അല്ലെ. k1 മുതൽ n വരെ വരുന്നുണ്ട്. എടാ k1 മുതൽ n വരെ വേരി ചെയ്യുമ്പോഴേ അവിടെ വേരി ചെയ്യുന്നത് k അല്ലേ അല്ലെ. k വേരി ചെയ്യുമ്പോൾ എക്സ് എന്തായാലും കോൺസ്റ്റന്റ് അല്ലേ. എക്സ് എന്തായാലും കോൺസ്റ്റന്റാ. അപ്പൊ ആ എക്സിനെ പുറത്തെടുക്കുക. എക്സ് 3x അല്ലേ ഇവിടെ. ആ 3x പുറത്തെടുക്കുക. കാരണം എന്താ? അവിടെ k1 k എന്ന് പറഞ്ഞാൽ 1 മുതൽ n വരെ വേരിയുന്നുണ്ട് അല്ലെ. അപ്പൊ k1 മുതൽ n വരെ വേരി എന്ന് പറഞ്ഞാലേ ആരെ വേരി ചെയ്യുന്നത്? k ആ വേരി ചെയ്യുന്നത്. k വേരി ചെയ്യുമ്പോൾ എക്സ് എന്തായാലും കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ 1/3x പുറത്തെടുത്തു അല്ലെ. ഇവിടെ 1/3x പുറത്തെടുത്തു. ബാക്കി എന്താ? സമ്മേഷൻ ഓഫ് k² അല്ലേ അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം സമ്മേഷൻ ഓഫ് k എന്താ? n × n+1 × n × n+1/2 അല്ലേ. സമ്മേഷൻ ഓഫ് k എന്ന് പറഞ്ഞാലേ 1 + 2 + n വരെയാണ്. അത് n × n+1/2 അല്ലേ അല്ലെ. എന്താ സമ്മേഷൻ ഓഫ് k² എന്ന് പറഞ്ഞാല്? അത് 1² + 2² + n² അല്ലേ. അതാരാ? n × n+1 × n+1/6 അല്ലേ അല്ലെ. അപ്പൊ സമ്മേഷൻ ഓഫ് k² എന്ന് പറഞ്ഞാൽ എന്താ? n × n+1 × 2n+1/6 അല്ലെ.
മൈനസ് എടാ സമ്മേഷൻ ഓഫ് 1 n നമുക്ക് എല്ലാവർക്കും അറിയില്ലേ, സമ്മേഷൻ 1 എന്താ n ആണ്, അത് എഴുതി. ദെൻ സമ്മേഷൻ ഓഫ് പിന്നെ ബോക്സ് k²/3 അത് അതുപോലെ എഴുതി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെയും 1/3 പുറത്തെടുക്കാലോ, 1/3 പുറത്തെടുക്കാം. പിന്നെ ആരാ ബാക്കിയുള്ളത്, സമ്മേഷൻ ഓഫ് k² അല്ലേ. വട്ട് ഈസ് സമ്മേഷൻ ഓഫ് k² അഗെയിൻ n ഇൻറ്റു n+1 ഇൻറ്റു 2n+1/6 ആണ്. ഇതെല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കും. ഇവിടെ ഞാൻ ഒന്നുമില്ല, രണ്ട് ഭാഗത്ത് എല്ലാ ഭാഗത്തും എന്ത് ചെയ്തു, സമ്മേഷൻ അപ്ലൈ ചെയ്തു. അങ്ങനെ എല്ലാ ഭാഗത്തും സമ്മേഷൻ അപ്ലൈ ചെയ്യുമ്പോഴേ അവിടെ ആര് കയറി വന്നു, സമ്മേഷൻ ഓഫ് k² കയറി വന്നു. എന്താ ഈ സമ്മേഷൻ ഓഫ് k² n ഇൻറ്റു n+1 ഇൻറ്റു 2n+1/6 അല്ലേ, അത്രയും ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഇനി ഞാൻ ചെയ്യുന്ന കാര്യം അഗെയിൻ ശ്രദ്ധിച്ചിരിക്കുക. ഒരു മിനിറ്റ്, 1 മിനിറ്റ്. ഓക്കെ, ഇത് നമുക്ക് കിട്ടി. ഇതെല്ലാം മക്കൾ നമുക്ക് കിട്ടിയപ്പോൾ യെസ്. ഇനി നമുക്ക് എന്ത് വേണം, എടാ ഇവിടെ ഇത്ര ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ, ഇത്ര എനിക്ക് കിട്ടി. എടാ ഇതല്ലേ സമ്മേഷൻ ഓഫ് k²/3 അല്ലേ, അത്ര എനിക്ക് കിട്ടി അല്ലേ. ഇനി അതിൻ്റെ കൂടെ ആര് വേണം, 1/n³ വേണ്ടേ അല്ലേ. അപ്പം എല്ലാ ടേമും ഞാൻ 1/n³ മൾട്ടിപ്ലൈ ആണ്. എടാ ഇത്ര എനിക്ക് കിട്ടി, ഇതല്ലേ സമ്മേഷൻ ഓഫ് k²/3 ബോക്സ് ഉണ്ട്, അത് കിട്ടി അല്ലേ. ഇനി അതിൻ്റെ പുറത്ത് ആരുണ്ട്, ഒരു ഇവിടെ ലെസ് ദാൻ ഇല്ലേ, ഇവിടെ ലെസ് ദാൻ ഇല്ലേ, ഇവിടെ ലെസ് ദാൻ ഉണ്ടല്ലോ അല്ലേ, ഇവിടെ ലെസ് ദാൻ ഉണ്ട്. ഓക്കെ, ഇവിടെ അപ്പോൾ ലെസ് ദാൻ ഉണ്ട്. ഓക്കെ, ഇനി അവിടെ ആരുണ്ട്, 1/n³ ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും ഞാനൊരു 1/n³ കൊടുക്കാൻ പോട്ടോ. എല്ലായിടത്തും ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ 1/n³, ഇവിടെ 1/n³, ഇവിടെ 1/n³ അല്ലേ. അപ്പോൾ ഇവിടെ 1/n³ ഉണ്ട്, ഇവിടെ 1/n³ ഉണ്ട്, ഇവിടെ എന്തുണ്ട് 1/n³ ഉണ്ട് അല്ലേ. ഇതാരായി നോക്ക്, ഇതാരായി 1/n³ സമ്മേഷൻ ഓഫ് ബോക്സ് k²/3 ആയില്ലേ അല്ലേ. എടാ നോക്കടാ, ഇത് മാത്രം നോക്കട്ടോ, ലെസ് ദാൻ ആണ് ഇത്ര. ഇതെന്താ 1/n³ സമ്മേഷൻ ഓഫ് k²/3 അല്ലേ, അതായി അല്ലേ. ഇനി ആരെ ബാക്കിയുള്ള ലിമിറ്റ് n → ∞ അല്ലേ അല്ലേ. ഇത് ഞാൻ മായിച്ചു, ഇങ്ങോട്ട് മാറ്റാം, ഇത് മാറ്റി, ഇത് മാറ്റി അല്ലേ. ഇത് ഒരു ടേം, ഇത് വേറെ ടേം ആട്ടോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അല്ലേ. ഇനി അവിടെ ബാക്കി ആരാ, ലിമിറ്റ് അല്ലേ ബാക്കിയുള്ളത്, ലിമിറ്റ് n → ∞. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യണേ. ഇവിടെയും ലിമിറ്റ് n → ∞, ഇവിടെയും ലിമിറ്റ് n → ∞, ഇവിടെയും ലിമിറ്റ് n → ∞ അല്ലേ. അവിടെ ഇതല്ലേ നമുക്ക് കാണേണ്ടത്, ഇതല്ലേ f(x), ലിമിറ്റ് n → ∞, 1/n³ സമ്മേഷൻ ഓഫ് k²/3 ബോക്സ് k²/3 അല്ലേ f(x). അപ്പോൾ ഇതാരാ f(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ലെസ് ദാൻ ഈക്വൽ ടു. എടാ ഇതിൻ്റെ വാല്യൂ എന്താ, ഇതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, ഇതിൻ്റെ വാല്യൂ എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ. എടാ ഇത് n → ∞ അല്ലേ. എടാ n → ∞ വരുമ്പോഴേ എടാ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ വരുമ്പോഴേ ആ ന്യൂമറേറ്ററിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ പവർ സെയിം ആയി നമ്മൾ എന്താ ചെയ്യുക, എടാ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് n → ∞, an⁴ bn³ ബൈ cn⁴ dn³ എന്താ. എടാ ഇത് ലിമിറ്റ് n → ∞, പോളിനോമിയൽ ബൈ പോളിനോമിയൽ അല്ലേ അല്ലെങ്കിൽ മുകളിലും താഴെ ഉണ്ട് അല്ലേ. അങ്ങനെ മുകളിലും താഴെയും ആൾക്കാർ വന്നാലേ അതിന്റെ സെയിം പവർ വരുന്ന ടേംസ് ഡിവൈഡ് ചെയ്ത പോലെ അല്ലെ. സെയിം അതായത് മുകളിലത്തെ ഹയസ്റ്റും പവർ സെയിം ആണെങ്കിൽ ഇവിടെ an⁴, ഇവിടെ cn⁴, രണ്ടിന്റെ പവർ ഹയസ്റ്റ് പവർ n⁴ അല്ലേ. അപ്പൊ ആൻസർ എന്താ, a/c എന്ന് പഠിച്ചില്ലേ അല്ലെ. അതായത് പവർ സെയിം ആണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, കോഷ്യൻസ് ഡിവൈഡ് ചെയ്യുക അല്ലെ. ഇവിടെ നോക്കി ഇവിടുത്തെ പറഞ്ഞ എന്താ, n × n × 2n, n³ അല്ലേ, താഴെയും n³ അല്ലേ. അപ്പൊ പവർ സെയിം അല്ലേ അല്ലെ. പവർ സെയിം എന്ത് ചെയ്യുക, ആ പവർ സെയിം ആയതിന്റെ കോഷ്യൻസ് പരസ്പരം ഡിവൈഡ് ചെയ്ത പോലെ അല്ലെ. ഇവിടെ നോക്കി, ഇവിടെ ആരാ, n × n × 2n, 2n³ അല്ലേ അല്ലെ. 2n³ 1/3 ഉണ്ട് അല്ലെ. അതായത് അതിന് ആ n³ കോഷ്യന്റ് ആരാ, ഇവിടെ നോക്ക്, n × n × n 2n³ അല്ലെ. താഴെ ആരുണ്ട്, 6 ഉണ്ട്. പിന്നെ ആരുണ്ട് ഇവിടെ, 1/3 ഉണ്ട് അല്ലെ. അങ്ങനെയെങ്കിൽ അവിടെ n³ കോഷ്യന്റ് ആരാ, ഇവിടെ 2/6 ഉണ്ട്, 1/3 അല്ലേ. 1/3 × 1/3x എന്താ, 1/3x+1 അല്ലേ അല്ലെ. 1/3 × 1/3x എന്താ, 1/3x+1 അല്ലെ. അപ്പൊ അതല്ല ആൻസർ വരിക, 1/3x+1. ഒരു കാര്യം മനസ്സിലാക്കുക,
ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ മോളും താഴെയും എക്സിൻ്റെയോ അല്ലെങ്കിൽ എന്നിൻ്റെ എന്തിൻ്റെ പവേഴ്സ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ടിൻ്റെ പവർ സെയിം ആകുന്ന കേസിൻ്റെ കോഷ്യൻസ് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. എടാ മോളും ഹയസ്റ്റ് പവർ എൻ ക്യൂബാ, താഴെയും ഹയസ്റ്റ് പവർ എൻ ക്യൂബാണ് അല്ലേ. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുക, അതിൻ്റെ കോഷ്യൻസ് പരസ്പരം ഡിവൈഡ് ചെയ്യുക അല്ലേ. ഇവിടെ എൻ ക്യൂബിൻ്റെ കോഷ്യൻ ആണ് മുകളിൽ n ഇൻറ്റു എൻ ഇൻറ്റു എൻ ടു എൻ ക്യൂബാ അല്ലേ. താഴെ 6 ഉണ്ട്, പിന്നെ ഒരു 1/3 ഉണ്ട് അല്ലേ. അപ്പോൾ എൻ ക്യൂബിൻ്റെ കോഷ്യൻ്റ് ആരാ, 2/6, അത് 1/3 അല്ലേ. 1/3 ഇൻറ്റു 1/3 1/3 അല്ലേ. ഇവിടെ എൻ ക്യൂബിൻ്റെ കോഷ്യൻ 1, അതുകൊണ്ടാണ് അത് എഴുതാത് അല്ലേ. അത് കിട്ടി അല്ലേ, അവിടുത്തെ ലിമിറ്റ് കിട്ടി. ഇനി ഇവിടുത്തെ ലിമിറ്റോ, ഇവിടെയും അതേപോലെ തന്നെയല്ലേ, കാരണം എന്താ അവിടെയും എൻ ക്യൂബ് അല്ലേ ഹയസ്റ്റ് പവർ നിന്ന് അല്ലേ. അവിടെ ഇവിടെ n ടെൻസ് ടു ഇൻഫിനിറ്റിയാ, അപ്പോൾ എൻ ക്യൂബ് അത് തന്നെയാണ്. n ഇൻറ്റു എനിക്ക് n സ്ക്വയർ ഇൻറ്റു 2 എന്താ 2n ക്യൂബ് ബൈ 6 ഉണ്ട് അല്ലേ. അതായത് 2n ക്യൂബ് ഉണ്ട് അവിടെ, ദെൻ ബൈ 6 ഉണ്ട് ഇവിടെ, പിന്നെ ഒരു 1/3 ഉണ്ട് അല്ലേ. ഈ എൻ ക്യൂബിൻ്റെ അടുത്ത കോഷ്യൻ്റ് 1 അല്ലേ. അപ്പം എന്താ ഈ 2ഉം 6ഉം പോയി 3 ആവില്ലേ അല്ലേ. അപ്പോൾ എൻ ക്യൂബിൻ്റെ കോഷ്യൻ്റ് ആരാ, 1/3 ഇൻറ്റു 1/3 അല്ലേ. അത് 1/3 x+1 അല്ലേ. അപ്പോൾ അവിടുത്തെ ലിമിറ്റ് എന്താ, 1/3 x+1. ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമാണ്, പഠിച്ചതിന് അപ്പുറം ഒന്നുമില്ല, ലിമിറ്റിൽ പഠിച്ച കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ എന്താണ് അവിടെ ലിമിറ്റ് എൻട്രൻസ് ഇൻഫിനിറ്റി ആണെങ്കിൽ മോളും തായും എന്നിൻ്റെ കുറേ പവേഴ്സ് വന്നാലേ ആ എന്നിൻ്റെ പവേഴ്സ് മോളത്തെ ആളുടെയും താഴത്തെ ആളുടെയും ഹയസ്റ്റ് പവർ സെയിം ആണെങ്കിലേ അതിന് ആൻസർ എന്താ വരിക, ഈ ഹയസ്റ്റ് പവർ ആരാണോ അതിൻ്റെ കോഷ്യൻസ് പരസ്പരം ഡിവൈഡ് ചെയ്യാം അല്ലേ. ഇവിടെ എൻ ക്യൂബിൻ്റെ കോഷ്യൻ്റ് ആരാ, ടു എൻ ക്യൂബ് 2 ഉണ്ട് അല്ലേ. താഴെ ഒരു 6 ഉണ്ട്, 2/6. ഇവിടെ 1/3 ഉണ്ട്. അപ്പോൾ എൻ ക്യൂബിൻ്റെ കോഷ്യൻ്റ് ആരാ, 2/6 ഇൻറ്റു 1/3 ആ 2/6 1/3 അല്ലേ. സോ 1/3 ഇൻറ്റു 1/3 അത് 1/3 x+1 അല്ലേ. അങ്ങനെയെന്ന് അല്ലേ. അങ്ങനെയെങ്കിൽ ഇവിടെ എന്താ അർത്ഥം, f(x)ന്റെ വാല്യൂ 1/3 x+1നും 1/3 x+1നും ഇടയിലാണ് അല്ലേ. എടാ എൻ്റെ വെയിറ്റ് 80ക്കും ഇടയിലാണ്. അപ്പോൾ എൻ്റെ വെയിറ്റ് എത്ര, 80 അല്ലേ അല്ലേ. എടാ എൻ്റെ വെയിറ്റ് 80ക്കും ഇടയിലാണെങ്കിൽ എൻ്റെ വെയിറ്റ് 80 വരിക, അതിന് കാര്യം അല്ലേ. അപ്പോൾ f(x)ന്റെ വാല്യൂ 1/3 x+1നും 1/3 x+1നും ഇടയിലാണെങ്കിൽ f(x)ന്റെ വാല്യൂ എന്താ വരിക, 1/3 x+1 അല്ലേ. ഇത് കിട്ടി, വളരെ ഈസി ആയിട്ട് കിട്ടി. ഓക്കെ, ഇത് കാണുക എന്നാണ് ലക്ഷ്യം. നമ്മൾ ഇവിടെ യൂസ് ചെയ്ത ഈ തിയറം ഉണ്ടല്ലോ, ആ തിയറത്തിന് വിളിക്കുന്ന പേരല്ലേ സാൻഡ്വിച്ച് തിയറം. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി ആ പേര് അറിയില്ലേ വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് സംഭവം അറിയാം അല്ലേ. സോ f(x) എന്താ 1/3 x+1. ഓക്കെ, അവിടെ f(x) 1/3 x+1 ആയാലേ നമുക്ക് വേണ്ടത് f(x) അല്ല, നമുക്ക് വേണ്ടത് അറിയാം f(j) ആണ് അല്ലേ. f(x) എന്ത് കിട്ടി, 1/3 x+1 അല്ലേ. അപ്പോൾ f(j) എന്താ, എക്സിന് പകരം j കൊടുത്ത പോലെ 1/3 j+1 അല്ലേ. ഇനി കാണേണ്ടത് അറിയാം സമ്മേഷൻ എന്തായാലും 12 × 12 ഞാൻ അവസാനം അപ്ലൈ കേട്ടോ. അപ്പോൾ കാണേണ്ടത് സമ്മേഷൻ ഓഫ് j = 1 to infinity f(j) അല്ലേ. f(j) എന്താ 1/3 j+1 അല്ലേ. എന്താ വരിക, അത് jക്ക് 1 കൊടുക്കുക. അപ്പോൾ 1/3² ആവില്ലേ, j1 3² ആവില്ലേ, j2 ആയാലോ 1/3³ ആവും അല്ലേ, എക്സെട്ര ടു ഇൻഫിനിറ്റി അല്ലേ അല്ലേ. എടാ ഇതൊരു ജി പി അല്ലേ, ജി പിൻ്റെ സം ഓഫ് ഇൻഫൈനൈറ്റ് ടേംസ് ഓഫ് ജി പി അല്ലേ അല്ല. എന്താ സം ഓഫ് ഇൻഫൈനൈറ്റ് ടേംസ് ഓഫ് ജി പി, a/1 - r അല്ലേ അല്ലേ. എ എന്താ ഫസ്റ്റ് ടൈം എന്താ 1/3² 1/9 അല്ലേ 1/9 ഡിവൈഡ് ബൈ 1 - r എന്താ, അവിടെ 1/3 അല്ലേ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. അപ്പോൾ കോമൺ റേഷ്യോ 1/3 അല്ലേ വരിക. യെസ്, അപ്പോൾ എന്തായി 1/9 ഡിവൈഡ് ബൈ വാട്ട് ഈസ് 1 - 1/3 2/3 അല്ലേ അല്ലേ. അപ്പോൾ എന്തായി 1/9 ബൈ 2/3 ഇൻറ്റു 3/2 അല്ലേ. ഇത് കട്ട് ചെയ്താൽ 1/6 ആവൂലേ അല്ലേ. അപ്പോൾ ഇത് കിട്ടി 1/6. ഇതാ 1/6. അപ്പോൾ ആൻസർ എന്താ 12 × 1/6. 12 × 1/6 ആൻസർ ഈസ് 2. നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറയുമ്പോൾ കുറച്ചധികം പറയാണ്ടെങ്കിൽ പോലും ചെയ്യുമ്പോൾ അത്ര ചെയ്യാനൊന്നും ഉണ്ടാവില്ല ഇത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്.